യജ്ഞ ദാന തപങ്ങൾ ചെയ്യണം, ശ്രദ്ധ വേണം. ആ ശ്രദ്ധ തന്നെ സാത്വികമാവണം എന്ന് പറഞ്ഞാണ് അതിൻ്റെ ആ സാത്വിക രാജസ താമസങ്ങൾ വിവിധം ഒക്കെ പറഞ്ഞു തന്നു. ഇനി ഇവിടെ സമർപ്പണം, ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കണം എന്ന് പറയുന്നുണ്ടോ. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ ഭഗവാന് കൊടുക്കുകയാണെന്നൊരു ധാരണ ഉണ്ട് ആളുകൾക്ക്. അതല്ല, നമ്മൾ ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റെയാണെന്ന് എടുത്തത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിക്കുന്നതിൻ്റെ പേര് അധർമ്മണം. നമ്മുടെ എന്താ കൊടുക്കാനുള്ളത്? ഭഗവാൻ പൂർണ്ണനാണ്. നമ്മൾ ഞാൻ അപൂർണനമായ ശരീരമാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടായല്ലോ, ആ തെറ്റിദ്ധാരണയാണ് സമർപ്പിക്കേണ്ടത്. അതെ, അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓം തത് സത് ഇതി നിർദ്ദേശ ബ്രഹ്മണ സ്ത്രീവിധ സ്മൃത ബ്രാഹ്മണ സ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിത പുര. എന്തെങ്കിലുമൊക്കെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ മന്ത്രം ഉണ്ട്. അങ്ങനെയുണ്ട്. മനനേന ത്രായതേ ഇതി മന്ത്ര. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഇന്ന് അപ്രതി കിടക്കുന്നതിൻ്റെ പേരാണ് മന്ത്രം. അത് ഒരു വാക്കോ ഒരു അക്ഷരോ ഇതുമല്ല, മനനം ചെയ്യണം മന്ത്രത്തിൽ. എങ്ങനെ ചെയ്യണം? ഓം തത് സത് എന്ന് പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. വളരെ പ്രധാനം. എല്ലാറ്റിലും പ്രധാനം സത്. സത്ത് വെച്ചാൽ സത്യം. സത്യം എന്ന് പറഞ്ഞാൽ നിരപേക്ഷം, സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ. അതിനാദ്യം തന്നെ സത്യമാണ് തരുന്നത്. ആ സത്യത്തിനെ അതിന് രണ്ട് തരത്തിലുണ്ട്, ഓം എന്നും തത് എന്നും. ആദ്യകാലത്ത് മഹർഷിമാർ എന്താണ് ഈ സത്യം എന്നുള്ളത്, ഇപ്പോൾ സത്യത്തിന് എന്താ ഒരു പരിഭാഷ അല്ലെങ്കിൽ നിർവചനം എന്താ? വാസ്തവത്തിൽ പറയുക. ഞാൻ ഇവിടെ പറഞ്ഞു അറിയില്ല. ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, വിനോബാജിയുടെ എന്താ സത്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇരിക്കുമ്പോൾ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. സത്യം ഈത്തപ്പഴം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അതല്ല പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വാച്ചിരുന്നാണ്, വാച്ച് നടത്തുന്നത്, അതല്ല പറഞ്ഞു. അപ്പോൾ വിനോബാജി പറഞ്ഞത് എനിക്ക് സത്യം അറിയും തീർച്ചയായും, കാരണം ഞാൻ പറഞ്ഞതൊന്നും അല്ല പറഞ്ഞാൽ ഏതാ സത്യം എന്ന് അറിയണ്ടല്ലോ, അതുകൊണ്ടല്ലോ അതല്ല പറയുന്നത്. അപ്പോൾ സത്യം എന്നുള്ളത് അവരവർക്ക് അറിയണ സംഗതിയാണ്. സത്യം പറയുക, സത്യം ആവുക വയ്ക്കൂ, അറിവ് ആവ് വയ്ക്കൂ, അറിയാൻ വയ്യ, അവിടെയൊക്കെ ത്രിപുടി വരും. അപ്പോൾ ഇവിടെ സത്യം എന്താ? ആ സത്യനെയാണ് ഇത് ചെയ്യുന്നത്, ഇവിടെ സമർപ്പിക്കൽ. ആ ഓം തത് എന്താ സത്യം എന്ന ഋഷിമാർക്ക് ആദ്യം ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അവർ അതിന് തത് അത് ഇതിൽ നിന്ന് വിട്ടത്, ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, പരിമിത. അത് എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടാണല്ലോ അത് പറയും. അപ്പോൾ അതാ എന്ന് പറയും. അതിൽ ഈശ്വരനെ നേതി എന്ത് ചോദിച്ചാലും അതാണോ? അല്ല. അപ്പോൾ അതിൽ ഈത്തപ്പഴമാണോ? അല്ല. വാച്ചാണോ? അല്ല. അപ്പോൾ ഏതാ? അതെന്താ പറയുക? ആദ്യം മഹർഷിമാർ നേതി എന്ത് ചോദിച്ചാലും ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മല്ലാണ്ടി പോവും, കാരണം പരിമിതവും. അതുകൊണ്ട് ആദ്യത്തെ കാലത്തുള്ളതൊക്കെ നേതിയാണ്. അപ്പോൾ അവർക്കൊരു വിഷമം, കാരണം ഇതൊരു നിഷേധാത്മകമാണല്ലോ, വിധേയാത്മകമായിട്ടൊന്ന് വേണ്ടേ. അതിന് ശേഷമാണ് ആദ്യം നേതിയായിരുന്നു, പിന്നെയാണ് അവർ ഓം എന്നുള്ള ഇത് കണ്ടത്. ആ ഊമ പൂർണ്ണതയാണല്ലോ. അപ്പോൾ അതിനെന്തായി അർത്ഥം വെച്ചാൽ അപ്പോൾ വിഷമല്യണ്ടേ. ആരാ ഈശ്വരൻ? സത്യമാണോ ഈശ്വരൻ? ഓം. കള്ളത്തരാണോ ഈശ്വരൻ? ഓം. അതും ഈശ്വരൻ. കാരണം കള്ളത്തരം സദസ്സാഹം അർജുന മുമ്പ് പറഞ്ഞിട്ടുണ്ട് 9 ശ്ലോകം. സത്തും അസത്തും ഞാനാണ്, കാരണം പൂർണ്ണമാണല്ലോ. അപ്പോൾ എന്തൊക്കെ ചോദിച്ചു, നല്ലതാണോ ചീത്തയാണോ മര്യാദയാണോ തെമ്മാടിത്താണോ, എന്ത് ചോദിച്ചാലും ഓം എന്ന് പറയും. അപ്പോൾ അവർക്ക് സമാധാനമായി, പൂർണ്ണം തന്നെയാണല്ലോ ഓം. അങ്ങനെ രണ്ട് അർത്ഥങ്ങൾ, ഒന്ന് എല്ലാം ചേർന്നതാണ്, മറ്റൊന്ന് എല്ലാത്തിനും വിട്ടതാണ്. ഇങ്ങനെ രണ്ട് മന്ത്രങ്ങൾ, ഓം തത്. അതാണ് എന്ത്? സത്ത്. സത്യമാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് വേണം ഭഗവാന് സമർപ്പിക്കാൻ. എല്ലാം ഈശ്വരനാണ് എന്ന് പറയണം. ഈ നമ്മൾ വിശ്വസിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊന്നും ഈശ്വരനല്ല, അങ്ങനെ വേണം. നമ്മുടെ ഋഷിമാർക്ക് ഈ ഹരി എന്നുള്ള വാക്ക് വളരെ ഇഷ്ടമാണ്. ഹരിച്ച ഹരിക്കുക, ഇല്ലാണ്ടാക്കുക, ചുരുക്കുക
എന്തിനാ ചുരുക്കേണ്ടത്? ദേഹഭാവന കൊണ്ട്. അപ്പം നമുക്ക് ബുദ്ധിമുട്ട്. ഞാൻ ദേഹാന്ന് വിചാരിക്കുക, അത് പോയി ഞാൻ ദേഹമാണ്, ദേഹം മാത്രമല്ല. ആ ദേഹഭാവന ഒരിക്കലാണ്, അതിനാണ് ഹരിക്കുക. അപ്പോൾ ആരായി? സച്ചിദാനന്ദവും. അപ്പോൾ അതുകൊണ്ട് ആ വാക്കും കൂടിയും ചേർത്തിട്ടാണ് ഇപ്പം ആദ്യം പറയാം. എന്തെന്ന്? ഹരി ഓം തത് സത് എന്ന് പറയും. ഹരി ഓം തത്. സാധാരണ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ വെറുതെ ഹരി ഓം എന്നേ പറയുള്ളൂ, തത്സത്തില്ല. അങ്ങനെ എന്ത് വേണം? ബ്രാഹ്മണന്മാർ എല്ലാ കാര്യങ്ങളും ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഈ ഭാവന, ഹരിച്ച എല്ലാറ്റിനെയും ഹരിക്കുക, ദേവഭാവന പോവുക. പിന്നെ ഓം എന്ന് വെച്ചാൽ പൂർണ്ണത, സർവത. തതിച്ച പൂർണ്ണത എന്നും പറയാൻ വയ്യ, അതിൻ്റെ അപ്പുറത്ത് വളരെ എത്ര വിശാലമായ ഭാവനയാണ് ഭഗവാൻ. അങ്ങനെ വേണം സാധനങ്ങൾ എന്തു തന്നെ. ശരിക്കും നമ്മൾ സമർപ്പിക്കേണ്ടത് അഹങ്കാരത്തെയാണ്. ബാക്കിയുള്ളതൊക്കെ ഈ തരത്തിൽ വേണം സംഘടിക്കാൻ എന്ന് പറയാണ്. ഈ യജ്ഞദാന തപങ്ങളാണല്ലോ ചെയ്യുന്നത്. വെറുതെ സാത്വികമായാൽ പോരാ, സമർപ്പണ ഭാവം കൂടി വേണമെന്ന് പറയും. എന്നാൽ തസ്മാൽ ഓം ഇതി ഉദാഹൃത്യ യജ്ഞദാന തപക്രിയ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനം. ബ്രഹ്മവാദികൾ ഇവിടെ വാദം വെച്ചാൽ തിരക്ക് അല്ലെങ്കിൽ എന്താ പറയുക, വിവാദമല്ല, സംവാദമാണ്. വിവാദമുണ്ട്, അത് തിരക്ക, അത് ആവശ്യമില്ല. ശ്രീകൃഷ്ണാർജുന സംവാദം പോലെ ആ സംവാദത്തിൽ അവർ നിന്നു. തസ്മാൽ ഓം ഇതി ഉദാഹൃത്യ യജ്ഞദാന തപക്രിയ, യജ്ഞം ദാനം തപം ക്രിയ എന്നൊക്കെ ഓം പൂർണ്ണമാണ് എന്ന ധാരണയിൽ വേണം ചെയ്യാനായിട്ട്. പ്രവർത്തന്തേ വിധാനൊക്കെ സതതം ബ്രഹ്മവാദിന, ബ്രഹ്മത്തെ മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടര് ഓം എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഓം തത് സത് എന്നുള്ളൊരു വാചകമാണ് അല്ലേ. അതിൽ സത് എന്നുള്ളതാണ് അതിലത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടല്ലോ, നാമം. ഓം തത്വം എന്നുള്ളത് വിശേഷണ. അങ്ങനെയുള്ള അല്ല ഇതിൽ വ്യത്യാസം. അപ്പോൾ എന്താ അങ്ങനെ വരാൻ വെച്ചാൽ ഭാഷയിൽ അങ്ങനെയാണ്. വിശേഷണം മുമ്പിലും വിശേഷ്യം പിന്നീടേ വരും. ഒരു ഉദാഹരണം പറയാം. ചുവന്ന കുതിര പ്രധാനം, പക്ഷെ കുതിര പിന്നില്ല വരും. ആദ്യം ചുവന്നതാന്ന് പറയാം. ചുവന്ന കുതിര, പാസ്റ്റിൽ ചുവന്നതിനെക്കാട്ടിലും പ്രധാനം കുതിരയ്ക്കാണല്ലോ. അതുപോലെ ഇവിടെ ഓം തത് എന്നുള്ളത് വിശേഷണമാണ്. സത്യം സത്ത് എന്നുള്ളതാണ് വിശേഷ്യം. അതുകൊണ്ടാണ് ഓം തത് മുമ്പിൽ വന്ന് തത് എന്നുള്ളത് സത്ത് എന്നുള്ളത് പിന്നാപല വന്നു. അതിനെ ഇനി പറയുന്നു തത്. ഇപ്പോൾ ഓം എന്ന് പറയുന്നത് തത് എന്ന് പറഞ്ഞൊരു ഗ്രഹമുണ്ട്. തദ് ഭേസ് അന്നസന്ധായ ഫലം യജ്ഞതപക്രിയ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. തത് എന്ന് പറഞ്ഞിട്ട് വേണം. ആദ്യം ഓം എന്ന് പറഞ്ഞു, പിന്നെ ദത്താന്ന് പറയും. കൃത്യ ഫലം യജ്ഞതപക്രിയ ദാനക്രിയാശ്ച ക്രിയ. ഈ ഇതൊക്കെ എങ്ങനെ ചെയ്യണം? തത് എന്ന് പറയണം. ഇതൊന്നുമല്ല. ഈ സത്തിന് 3 ഭാഗമുണ്ട്. സാധുഭാവം എന്നുള്ളത്, സദ്ഭാവം, സാധുഭാവം, സുന്ദരഭാവം. ഇത് 3 വരുന്നുണ്ട് ഇവിടെ. എന്താണെന്ന് പറയാം, വിശദീകരിക്കാം. ഏതെങ്കിലും ഒരു സാധനത്തെ പറ്റി വിചാരിക്കുക. സത്ത് ആവണം, അത് എന്നാലേ പറ്റുള്ളൂ. ഏത് പ്രവർത്തിക്കുന്ന സത്ത്. എന്താ ഈ സത്ത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥമാണ്. കാരണം അത് നിയമത്തിനും അതീതമാണ്. നമ്മുടെ നിയമമൊന്നും നടക്കില്ലല്ലോ ശാസ്ത്രത്തിൽ. നമ്മളിഷ്ടമല്ല. ശാസ്ത്രത്തിൽ നിയമമുണ്ട്, ഈശ്വരൻ്റെ നിയമം. അതനുസരിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിനാണ് എന്ത് ചെയ്യുന്നത്? സദ്ഭാവം. അതായത് ബുദ്ധിയുടെ പരാകാഷ്ഠ ഉണ്ടാവണം. അവിടെ ആ ബുദ്ധിയുടെ പരാകാഷ്ഠ എത്തിയിട്ടില്ല. ബുദ്ധി ഉണ്ടേനും ഇന്ന് വരുമ്പോൾ ആ ബുദ്ധി ചിലപ്പോൾ വികടമാവാം. സത്യം കണ്ടുപിടിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത്. എന്നിട്ടും ഇന്ന് ഒരുപാട് നശിപ്പിക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്താണത്, പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ അവിടെ ബുദ്ധി മാത്രമേ ഉള്ളൂ, മനസ്സില്ല. സ്നേഹം, ആ ഭാവന ഉണ്ടല്ലോ. നമ്മൾ ഭാവന ഒന്നും ചോദിക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതില്ല. അപ്പം മനസ്സിൻ്റെ സദ്ഭാവനകളൊക്കെ മനസ്സില്ല. അത് ചെയ്തിട്ട് വേണം. അതില്ലെങ്കിൽ വിഷമുണ്ട്. വെറും സത്തായാൽ പോരാ. ആണ് എന്താണ് സദ്ഭാവന. മറ്റേത് സാധു, നല്ലത്. അതും വേണം. ശാസ്ത്രം വേണം. അതോടുകൂടി തന്നെ ഈ മനസ്സിൻ്റെ ഒരു അലിവുണ്ടാവണം.
എന്നാൽ വളരെ നന്നായി. ഒന്നാമത്തത് ബുദ്ധിയുടെയും രണ്ടാമത് മനസ്സിൻ്റെയും. മൂന്നാമത് ഒന്നുകൂടിയും പറഞ്ഞു ഋഷി സന്തോഷമായിട്ട് രസിക്കാൻ വേണ്ടിയിട്ട്. ഓം എന്താണ്? സദ്ഭാവന, സാധുഭാവന, എന്താണ് ഭംഗി, സദ്ഭാവന, സാധുഭാവന, സുന്ദരഭാവന. സുന്ദര, ഈ സുന്ദരം എന്നുള്ളത് ശരീരത്തിൻ്റെയാണ്. സൗന്ദര്യമൊക്കെ ശരീരത്തിനുള്ളൂ. നല്ല സൗന്ദര്യമുള്ള മനസ്സാണെന്ന് ആരും പറയാറില്ല, ഇല്ല, മനസ്സിനാണ്. അപ്പോൾ അതിനൊരു എല്ലാ കറിയും ചെയ്യുമ്പോഴും ഒരു സൗന്ദര്യം, ഒരു കലാപകാരം ചെയ്യണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എന്ത് വേണം? എന്ത് ചെയ്യുന്നതും ഓം തത് സത് എന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അതിൽ ഓമും തത്തും എന്നുള്ളത് വിശേഷണമാണ്. സത് ആണ് അതിലെ വിശേഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വേണം? സദ്ഭാവന എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ഉണ്ടാവണം. അത് മാത്രം പോരാ, സാധുഭാവന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നല്ല സൽവികാരങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ശരീരത്തിൻ്റെ ഉള്ള എന്ത് വേണം? സൗന്ദര്യഭാവന. ഇങ്ങനെ 3 ഉണ്ടാവണം. അപ്പം ഇനി ഇത് വായിക്കുമ്പോൾ വേഗം മനസ്സിലാവും. തദിത്യനുബന്ധായ ഫലം യജ്ഞതപക്രിയ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. ഇതൊക്കെ അവർ എന്ത് പറഞ്ഞിട്ടാണ് ചെയ്യുക? തത് ഇത് അഭിസന്ധായ, ഇതിന്നെല്ലാം വിട്ടത് എന്ന് പറഞ്ഞിട്ട്. സദ്ഭാവേ സാധുഭാവേ ച സദിതി പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥ യുജ്യതേ. സദ്ഭാവേ, സദ്ഭാവം ആദ്യം പറഞ്ഞ ശാസ്ത്രം, സാധുഭാവം മനസ്സ് അല്ലേ, സത് ഇത് ഇത് അവിടെയും സത് അത് എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യുന്നത്? പ്രശസ്ത കർമ്മണി, നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തഥാ സബ്ശബ്ദ അവിടെയും സത് എന്നുള്ള ഇത് പറഞ്ഞിട്ട് വേണം ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ. അതായത് ഈ ഭാവനയോട് കൂടി വേണം പ്രവൃത്തി ചെയ്യാൻ. സമർപ്പിക്കലാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി ച സദിതി ചോദ്യതേ കർമ്മ ചെയ്വ തദർത്ഥീയം സദിത്യേവാവിധീയതേ. യജ്ഞ, തപസ്, ദാനം ഇതിലൊക്കെ സ്ഥിതി ഇതിലും സത് ഇതി ഉച്യതേ. സത് എന്ന് പറഞ്ഞാൽ സത്യമാണ്, സത്താണല്ലോ. അതോട് വേണം സാധുഭാവമാണെന്ന് പറഞ്ഞതിന് മുമ്പേ അത് വേണ്ടിയിട്ട് കർമ്മ ചെയ്വ തദർത്ഥീയം, എല്ലാം ആ ഈശ്വരന് വേണ്ടിയാണ് എന്ന ഭാവനയോട് വീടണം. സത് ഇതി അഭിധീയതേ. അതിന് അങ്ങനെ സൽഭാവനയോട് കൂടി വേണം ചെയ്യാൻ. ഇനി 3 കാര്യം പറഞ്ഞ് കൂടിയും പറയാം. സദ്ഭാവന, അത് ശാസ്ത്രം. സാധുഭാവം, നല്ല ഭാവന, മനസ്സ്. സുന്ദരഭാവന, ഇങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ശാസ്ത്രം അറിഞ്ഞില്ലെങ്കിലും വിരോധമില്ല. ഈ 3 കാര്യങ്ങളും ഉണ്ട്. ശ്രദ്ധയുണ്ടെങ്കിൽ ശാസ്ത്രം അറിഞ്ഞില്ലെങ്കിലും രക്ഷയുണ്ട്. 4 ഈ 5 വരലെല്ലാത്തിനും പെടുമല്ലോ. അതുപോലെ ശ്രദ്ധയുണ്ടെങ്കിൽ ആ ശ്രദ്ധ എന്ത് വേണം? സാത്വികമാവണം. കാര്യത്തിൽ വിഷമമില്ല എന്ന് പറയും. ഇനി 2 ശ്ലോകം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അല്ല, യജ്ഞേ തപസി ദാനേച സതി 28ാമത് ശ്ലോകം അവസാനത്തെ. അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചെയ്യൽ അസതി തുച്യതേ പാർത്ഥ എന്ന തത്പ്രേത്യ നോ ഇഹ. ഞാനിവിടെ ഈ ക്ഷേത്രത്തിൽ പോണ ആളോടൊക്കെ പറയാറുണ്ട്, എന്തോ പോയി ഒരു വഴിപാട് കഴിച്ച് പോരും, ശ്രദ്ധയില്ല, അതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ശ്ലോകം അത്. അശ്രദ്ധയ, എന്തായി അശ്രദ്ധ? മനസ്സും ബുദ്ധിയും ഒന്നും അതിൽ ചേരാതെ വെറുതെ ശരീരം ഇങ്ങനെ പോയിക്കൊണ്ട് വരികയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ വെറും ജഡ ശരീരം. മനസ്സ് ചേരണം, ബുദ്ധി തീർച്ചയായിട്ടും ചേരണം. ബുദ്ധി മാത്രം, അപ്പം മുമ്പ് ബുദ്ധി മാത്രം ചേർന്നാത്ത വിഷമം പറഞ്ഞു. ബുദ്ധി വേണം, ഭാവന വേണം, ശരീരം വേണം. അതൊന്നുമില്ല ധരിക്കാൻ. അശ്രദ്ധയാ ഹുതം ദത്തം, ഹുതം ഹോമിക്കുക, ദത്തം ദാനം ചെയ്യുക, തപ്തം തപസ് ചെയ്യുക, കൃതം എന്ത് പണി ചെയ്താലും അതൊക്കെ അസത് എത്തിവച്ചത്. അസത്ത് എന്നുള്ളതിന് മാറ്റം വരുന്നത് എന്നർത്ഥമാണ്. സ്ഥായിയായി നിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ അത്? പൂർണ്ണത. മറ്റേലൊക്കെ മാറ്റം വരും. ഇതിലൊക്കെ ഈ ശ്രദ്ധ മാറുമ്പോൾ അസത് ഉച്ചതേ പാർത്ഥ എന്നുവെച്ചാൽ തത് പ്രേത്യ നോ ഇഹ. അത്തരം പ്രവൃത്തികളെ കൊണ്ട്
ശ്രദ്ധയില്ലാതെയാണ്, ശ്രദ്ധ പോരാ, സാത്വിക ശ്രദ്ധ, അതില്ലാതെയാണ് നിങ്ങൾ ഈ സമർപ്പണം ചെയ്യുന്നത്. ശാസ്ത്രം അറിയണ്ട, അത് അറിഞ്ഞോളന്നില്ലെങ്കിൽ അറിയുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ എങ്ങനെയുമാണ്. അതുമില്ലെങ്കിൽ അതുകൊണ്ട് ഇഹലോകത്തിലും ഗുണമില്ല, പരലോകത്തിൽ ഗതിയില്ല നമ്മുടെ ഈ പ്രവൃത്തിക്ക്. അതുണ്ടെങ്കിലോ ഇഹലോകത്തിൽ ഗുണമുണ്ട്, പരലോകത്തിൽ ഗതിയുണ്ട്. അപ്പം പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? സാധാരണക്കാരന് വേണ്ടിയാണ്. എല്ലാവർക്കും ശാസ്ത്രം അറിയില്ല. അങ്ങനെയുള്ള കൂട്ടർ ശാസ്ത്രം ഇല്ലെങ്കിലും ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി. ഞാൻ ഗീത പറയുമ്പോൾ ഈ നമ്മളൊരു നിരൂപണം ചെയ്യല്ല, ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒട്ടുമില്ലാത്തത് ഈ ശ്രദ്ധയാണ്. അവിടെ മുഴുവനും കുറേ ഒരു 10-50 ആനയും ഒരു 5 ലക്ഷം രൂപ പടക്കവും കുറേ നമ്പൂരിയാർ കൊണ്ട് കുടം വെച്ചിട്ട് വല്ല പൂജയും ഒക്കെ ചെയ്താൽ ഈശ്വര അർച്ചനയായി എന്ന ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതിലൊരു കാരണം ഈ ജ്ഞാനികളെന്ന് പറയുന്ന സന്യാസിമാരും മറ്റും കൂട്ടരുണ്ടോ അവരാണ്. കാരണം അവർക്ക് ഈ ക്ഷേത്രൻ്റെ ഈ കാര്യങ്ങൾ നേരെയാക്കി നടത്തുന്ന കാര്യത്തിൽ ഒരു കയ്യുമില്ല. അവരതൊക്കെ വിട്ടു നിന്നിട്ട് അവർക്ക് കുറച്ച് പൈസയ്ക്ക്, ഞാൻ ഒരു ആക്ഷേപമായിട്ട് പറയില്ല, ഈ സന്യാസിമാരും വായനക്കാരും പ്രസംഗങ്ങളുണ്ടല്ലോ അവർ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയല്ല, ഇത് ആയിക്കോട്ടെ, വേണ്ടാന്ന് പറയുന്നില്ല, പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ന് അവരെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ശ്ലോകം ചൊല്ലി കേൾപ്പിക്കും വേണം. ഇതാ ഭഗവാൻ അങ്ങനെ പറയാണ്. അങ്ങനെ വന്നാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ മതം എന്നുള്ളത് ഈ ചടങ്ങുകളല്ലാണ്ട് അതൊരു ആത്മജ്ഞാനത്തിനുള്ള ഒരു മാർഗമായിട്ട്, മാർഗമാണിതൊക്കെ, ലക്ഷ്യം തൊന്നുമല്ല, ഇതെല്ലാം വിടലാണ്. അവിടെ എത്താൻ ഇപ്പോൾ ഈ വഴി പഴച്ചാണ് പോകുന്നത് എന്ന് പറയേണ്ടതിൽ ഖേദം തോന്നാറുണ്ട്. ചോദിച്ച ആളുകളൊക്കെ പറയും ഈ വക കാര്യങ്ങൾ, ഈ അധ്യാത്മ പ്രഭാഷണം പോലും ഇന്ന് ഒരു സമ്പാദ്യത്തിൻ്റെ സ്ഥാനമായിരുന്നു. നേരെ മറിച്ച ദക്ഷിണ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദക്ഷിണ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനസന്ദേശം. ഭഗവാൻ അങ്ങനെ പറഞ്ഞു, ജ്ഞാനം കൊടുക്കുന്നതിൻ്റെ പേരാണ് ദക്ഷിണ. അപ്പോൾ ഈ മഹാത്മാക്കൾ ഈ പ്രസംഗിക്കാൻ പറ്റുന്ന ആളൊക്കെ മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുക്കണം, അവർക്ക് ഒരു ഭിക്ഷ ഭക്ഷണത്തിനൊക്കെ അതേ ഉള്ളൂ. ഇപ്പോൾ അത് മാറിയിട്ട് അവർ ദക്ഷിണം മേടിക്കുക വെച്ചാൽ പറ്റേ എന്തെങ്കിലും മേടിക്കാൻ. അപ്പോൾ അവർ വാസ്തവത്തിൽ ഈ മേടിക്കുന്ന അപ്പോഴും താഴത്താണല്ലോ അല്ലേ. ഞാനൊരു ഉദാഹരണം പറയാൻ തോന്നുന്നുണ്ട്. എന്നെ ഒക്കെ പഠിപ്പിച്ച ഒരാളുണ്ട്, വൈഷ്ണവ രാമനമ്പൂരി. തൃപ്പൂണിത്തുറ സംസ്കൃത ഈ ചർച്ചാ ക്ലാസ് ഒന്നോ ഉണ്ടായിരുന്നു. അതിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളൊക്കെ ഉണ്ട്. വിവാദമല്ല, സംവാദം. ആ സംവാദത്തിൽ അവസാനം ഏറ്റവും മികച്ച ആൾ എന്ന് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ച ആളാണ് വൈഷ്ണവനാമനപുരി. പരീക്ഷ മഹാരാജ പറഞ്ഞ ആളായിരുന്നു. അത് വളരെ പണ്ഡിതനാണ്. അപ്പം അത്ര 10-20 പവൻ കൊണ്ടുള്ള ഒരു വള ഉണ്ടല്ലോ, എന്താണ് പറയുക, കയ്യമ്പിൽ വളട്ട് കൊടുക്കുകയുള്ളൂ, കേമനാണെന്ന് പറയാൻ. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അപ്പോൾ വൈഷ്ണവത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങാണ് ഇപ്പോൾ ഒന്നാമനുണ്ട് ഇങ്ങനെ ഒരു സമ്മാനം തന്നെ മേടിക്കണത്. അപ്പോൾ വൈഷ്ണവത്തെ ഉപരി ചിരിച്ചിട്ട് പറഞ്ഞു, സന്തോഷമുണ്ട്, അങ്ങനെയല്ല, ഒരു അപേക്ഷ ഉണ്ട്. ചോദിച്ചു, അതെന്താ? ഞാൻ കൈ ഇങ്ങനെ മലത്തി അങ്ങനെ പിടിക്കുക പതിവില്ല, ഇങ്ങനെ കവുത്തി ഇങ്ങോട്ട് മേടിക്കുകയൊന്നും പതിവില്ല, അങ്ങോട്ട് കൊടുക്കുകയേ പതിവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാക്കണോ, മേടിക്കണോ, ദക്ഷിണ ഇങ്ങോട്ട് മേടിക്കണ്ടേ? അപ്പോൾ അത് കൂടാതെ കഴിഞ്ഞാൽ തിരക്കട്ടില്ല എന്ന അഭിപ്രായം തോന്നുന്നു. രാജാവിന് വലിയ സന്തോഷമായി, വേണ്ട പറഞ്ഞു. എന്നിട്ട് രണ്ടാമനും എടുത്ത് കൊടുത്തു. അത് രണ്ടാമനറിയാം, വിദ്യാണല്ലോ കേമൻ. അതുപോലെ ആ ആലോചനയുണ്ട്. രണ്ടാമൻ പിന്നെ അപ്പം എങ്ങനെയാണ് മേടിച്ചത്? ഈ ഒന്നാമന്ന് മേടിച്ച പോലെ ഞാൻ രണ്ടാമനും എനിക്കും വേണ്ട പറയണ്ടല്ലോ. അയാൾക്കത് പരിചയമില്ല, അയാളത് പഠിച്ചു. ഭാഗവതിൽ ഒരു പശുവിനെ കൊടുത്തൊരു കഥയുണ്ട്. അതെ, അവിടെയുണ്ട് ഈ ബൈര് കഥയൊക്കെ കേമന്മാർ. എന്താ വെച്ചാൽ ദക്ഷിണ പറഞ്ഞാൽ ഇങ്ങോട്ട് വാങ്ങുകയല്ല, അങ്ങോട്ട് കൊടുക്കുക. എന്ത് തന്നെ ദാനം അത് സാധിക്കണം. അത് വേണമെങ്കിൽ എങ്ങനെ വേണം, ഇങ്ങനെ വേണം ഇതൊക്കെ ചെയ്യാൻ. യജ്ഞദാന തപ കർമ്മങ്ങളൊക്കെ തന്നെ ഓം തത് സത് എന്ന് പറഞ്ഞിട്ട്, ആ സത് എന്ന് പറയുമ്പോൾ സദ്ഭാവന, സാധുഭാവന, ശുഭവാസന അല്ലെങ്കിൽ കലാപരമായ വാസന, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടായാലേ ശരിയാവുള്ളൂ. ഇത് വേണമെങ്കിൽ ശ്രദ്ധ ഉണ്ടാവണം.
ശ്രദ്ധയില്ലെങ്കിൽ ഉണ്ടാവില്ല. ശ്രദ്ധയില്ലെങ്കിൽ അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗീത പഠിക്കുന്ന ആളുകളൊക്കെ പോയി കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് വേണം, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേൾക്കാൻ. അല്ലാണ്ട് ഇതങ്ങനെ തരക്കേടില്ല നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അതുപോലെ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ വാസ്തവത്തിൽ ഗീതയിൽ ഇനി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി അതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് അടുത്ത അധ്യായത്തിൽ പറയാണ്. 17-ാം അധ്യായം ഇങ്ങനെ അവസാനിച്ചു. ഹരി ഓം തത് സത്.